തൻ്റെ ജീവിതം തനിക്കിഷ്ടപ്പെട്ട രീതിക്ക് ജീവിക്കുന്ന ഒരു ഇഡിയൻ ഡിറ്റക്റ്റീവ് കഥാപാത്രം. ഞാൻ പറയുന്നത് ഷെർലക് ഹോംസിനെ കുറിച്ചോ ഹെർക്കുൽ പോയിറോയെ കുറിച്ചോ ഒന്നുമല്ല, ജാക്ക് റീച്ചർ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഡിറ്റക്റ്റീവുകളുടെ ലോകത്തിലേക്ക് വന്നിട്ടുള്ള ഒരു അഡീഷനാണ് നമ്മുടെ ജാക്ക് റീച്ചർ എന്ന് പറയുന്നത്. ഇതുവരെ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾക്കും ഈ ഒരു വീഡിയോ കാണാൻ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തിനോടൊരു വല്ലാത്ത താല്പര്യം തോന്നും. നമുക്ക് കേട്ടു നോക്കാം. കഥ പ്രകാരം ജാക്ക് റീച്ചർ ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. ഇദ്ദേഹം മിലിറ്ററിയിൽ മേജർ റാങ്കിൽ വരെ എത്തിയ ഒരു ഓഫീസറായിരുന്നു. ജാക്ക് റീച്ചറിന് തൻ്റെ കരിയറിൽ ഒരു പോയിന്റിൽ തോന്നി, ഓർമ്മ വെച്ച കാലം മുതൽ ഓരോ ആളുകൾ പറയുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങൾ താൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ തൻ്റെ രാജ്യം കാണുന്നതും. അപ്പോൾ ഇനി ഒരു ഉദ്യോഗസ്ഥനും തനിക്ക് ഓർഡർ ഇടണ്ട, തനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് താൻ ജീവിക്കും. താൻ എങ്ങോട്ടെല്ലാം പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു കമാൻഡിംഗ് ഓഫീസറുമല്ല, താൻ തന്നെയാണ്. തൻ്റെ രാജ്യത്തിനെ തൻ്റെ ഇഷ്ടപ്രകാരം കാണണം. അങ്ങനെ ജാക്ക് റീച്ചർ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആവുകയാണ്. ഒരു മേജറായിട്ട് റിട്ടയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത പെൻഷൻ ജാക്ക് റീച്ചറിന് കിട്ടുന്നുണ്ട്. ഈ പെൻഷൻ വെച്ചിട്ട് ഇദ്ദേഹം ഒരു ഡ്രിഫ്റ്റർ ആവുകയാണ്. ഡ്രിഫ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് താമസമാക്കാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സമയം ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുക, ആ സ്ഥലം കണ്ടു കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോവുക. യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഉണ്ടാവത്തില്ലേ? ഇല്ല. ജാക്ക് റീച്ചറിന് ലഗേജും കൊണ്ട് നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വസ്ത്രം ഒരാഴ്ച അദ്ദേഹം ഉപയോഗിക്കും. അതായത് ഒരു ബൂട്ട് ഒരുപാട് കാലം ഉപയോഗിക്കും. പിന്നീട് ജീൻസ് കഴിഞ്ഞിട്ട് ഒരു ടീഷർട്ട്, ഒരു ജാക്കറ്റ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം. കയ്യിലെപ്പോഴും പാസ്പോർട്ടും ഈ ഒരു പെൻഷൻ വിഡ്രോ ചെയ്യാനായിട്ടുള്ള ATM കാർഡിൻ്റെ സഹായത്തോടു കൂടി വിഡ്രോ ചെയ്തെടുക്കുന്ന പൈസ ഇങ്ങനെ ചുരുട്ടി പോക്കറ്റിൽ കാണും. പിന്നെ ഒരു ഫോൾഡബിൾ ടൂത്ത് ബ്രഷും. ഇതാണ് ജാക്ക് റീച്ചറിൻ്റെ ലഗേജ്. ഇങ്ങനെ യാത്ര ചെയ്യും. ചില സമയങ്ങളിൽ മോട്ടലുകളിലായിരിക്കും കിടന്നുറങ്ങുന്നത്. ഇനി മോട്ടലുകളൊന്നും കിട്ടിയില്ല എങ്കിൽ നല്ല ഡിസ്റ്റൻസിലുള്ള ഒരു ബസ്സിൽ കയറും, ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബസ്സിൽ കയറും. എന്നിട്ട് ആ ബസ്സിൽ ഇരുന്നോ കിടന്നോ ഉറങ്ങി ആ ദിവസത്തെ രാത്രിയൊന്നും മുഴുവിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് ജാക്ക് റീച്ചറിൻ്റെ ജീവിതശൈലി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് ആവുന്നു? അതിൻ്റെ കാരണം ജാക്ക് റീച്ചറിൻ്റെ ശരീരം തന്നെയാണ്. 6 അടി 5 ഇഞ്ച് പൊക്കവും അതിനൊത്ത ഭാരവും നല്ല വെൽ ബിൽറ്റ് ബോഡിയും ഒക്കെയാണ് ജാക്ക് റീച്ചറിന്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ഇദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന നീതി എന്ന് പറയുന്നത് തൻ്റെ യുക്തിക്ക് നിരക്കുന്ന നീതി മാത്രമാണ്. അതായത് തൻ്റെ യുക്തിക്ക് നിരക്കാത്ത എന്ത് കാര്യം കണ്ടാലും, അതിപ്പോൾ ചെയ്യുന്നത് എത്ര വലിയവനാണെങ്കിലും ജാക്ക് റീച്ചർ കയറി ഇടപെട്ടാൽ ആ പ്രോബ്ലത്തിനെ പകുതിക്ക് വെച്ചൊന്നും നിർത്തി പോകത്തില്ല. പൂർണ്ണമായും ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടതിന് ശേഷം മാത്രമേ ജാക്ക് റീച്ചർ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് യാത്ര തിരിക്കുകയുള്ളൂ. ജാക്ക് റീച്ചറിൻ്റെ കഥകൾ പോകുന്നതെല്ലാം അങ്ങനെയാണ്. ഈ ഒരു എക്സ് മിലിറ്ററി ഓഫീസറിൻ്റെ യാത്രയിലൂടെ, വിചിത്രമായ തൻ്റെ ലൈഫ് സ്റ്റൈലിലൂടെ. എന്നാൽ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഈ സിനിമ കാണുമ്പോൾ, ജാക്ക് റീച്ചറിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചു പോകും. ഒരുപക്ഷെ ഈ ഒരു കഥാപാത്രം ജീവിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. ഇനി ഡിറ്റക്റ്റീവ് വൈസ് ജാക്ക് റീച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മുന്തിയ ഇനം ഡിറ്റക്റ്റീവുകൾ ചെയ്യുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ഡിഡക്ഷൻ ചെയ്തെടുക്കുക അങ്ങനെയൊന്നുമല്ല. കാലാകാലങ്ങളായിട്ടുള്ള ഇദ്ദേഹം കാണുന്ന ഓരോ കാര്യങ്ങൾ, പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഒരാൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻ ഇദ്ദേഹം ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. അറിവ്, ഈ അറിവുകളെല്ലാം തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കും. അത് വെച്ചിട്ടാണ് ഇദ്ദേഹം മിക്കപ്പോഴും തൻ്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. അതായത് കാലാകാലങ്ങൾ ഇദ്ദേഹം നേടിയെടുത്ത് വെച്ചേക്കുന്ന അറിവിൻ്റെ സഹായത്തോടു കൂടിയും കോമൺ സെൻസിൻ്റെ സഹായത്തോടു കൂടിയുമാണ് മിക്കപ്പോഴും ഇദ്ദേഹം ഓരോ പ്രോബ്ലത്തിനും, അല്ലെങ്കിൽ ഓരോ കൊലക്കുറ്റത്തിനും, അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസിനും സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഉറപ്പായിട്ടും ജാക്ക് റീച്ചറെ കുറിച്ചൊന്ന് വായിച്ചു നോക്കുക, പുസ്തകം വായിച്ചു നോക്കുക, സിനിമയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.